ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. ഇന്ന് സാറ്റർഡേ ആണ് കേട്ടോ. പക്ഷെ ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുക സൺഡേ ആയിരിക്കും. ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ എണീറ്റത്, കാരണം സാറ്റർഡേ ആണ്. അപ്പോൾ ഞാനൊരു 8:45 9 മണിയായി എണീക്കുമ്പോൾ. പിന്നെ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം കുക്കുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് അങ്ങനെ കിടക്കും. പിന്നെ ബെഡിൽ നിന്ന് എണീറ്റ് ലൈറ്റൊക്കെ ഇടും, പിന്നെ കുറച്ച് വെള്ളം കുടിക്കും. അതിപ്പോൾ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. എണീറ്റ് ഉടനെ തന്നെ കുറച്ചധികം വെള്ളം ഞാൻ കുടിക്കും. അതിനുശേഷം വീണ്ടും കുക്കുവിനെടുത്ത് കുറച്ചധികം നേരം കളിപ്പിക്കും കേട്ടോ. റൂമെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് പിന്നെ ലൈറ്റും ഫാനൊക്കെ ഓഫാക്കി ഞാൻ റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോഴാണ് അമ്മ ഇരുന്ന് ഭക്ഷണം കഴിക്കണത് ഞാൻ കണ്ടത് കേട്ടോ. കാരണം സമയം ഒരു 9:30 ആയിട്ടുണ്ട്. ഞാൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ അമ്മോട് കുറച്ച് നേരം സംസാരിച്ച് പിന്നെ ഞാൻ പുറത്തിറങ്ങി മഴ ഉണ്ടോ നോക്കുകയാണ്. നല്ല പെരുമഴയാണ് കേട്ടോ. ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ്, ഇതുവരെ നിന്നിട്ടില്ല. പിന്നെ ഞാൻ ബ്രഷ് ചെയ്തു, അതുപോലെ തന്നെ രാവിലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളം കുടിക്കാറുണ്ട് നല്ലോണം. അപ്പോൾ ഭക്ഷണം കഴിക്കണ മുൻപായിട്ട് ഞാൻ ചിയാ സീഡ് ഇട്ട ഒരു ഗ്ലാസ് വെള്ളം ഞാൻ കുടിക്കും കേട്ടോ. അപ്പം ഞാനത് ഉണ്ടാക്കുമായിരുന്നു. അതായത് ഉണ്ടാക്കുക മീൻസ് ചിയാ സീഡ് എടുത്തിട്ട് ഇടുക, ഇളക്കുക, അങ്ങനെയൊക്കെ സംഭവം. അങ്ങനെ ഇളക്കി ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിക്കും. അതോടൊപ്പം തന്നെ അമ്മയ്ക്കും ഞാൻ ഒരു ഗ്ലാസ് ചിയാ സീഡ് ഇട്ട വെള്ളം കൊടുക്കാറുണ്ട് കേട്ടോ. ചിയാ സീഡ് നമ്മുടെ ബോഡിക്ക് നല്ലതാണെന്ന് ഞാൻ പല വീഡിയോസിലും പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഡോക്ടേഴ്സ് അടക്കം ഞാൻ പറയണ കേട്ടിട്ടുണ്ട് കേട്ടോ. ചിയാ സീഡ് നല്ലതാണ്, നമ്മുടെ ബോഡിക്ക് വെയിറ്റ് ലോസിന് നല്ലതാണ്. അതുപോലെ തന്നെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് തോന്നുന്നു ചിയാ സീഡിന്. ഞാൻ മെയിൻലി വെയിറ്റ് ലോസിനാണ് ഇത് കഴിക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നത്. ഇന്ന് ചപ്പാത്തിയും അതുപോലെ തന്നെ ഗ്രീൻ പീസിൻ്റെ കറിയായിരുന്നു കേട്ടോ. ഈ ഗ്രീൻ പീസ് എനിക്ക് മുൻപ് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അതായത് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് അങ്ങോട്ട് ഗ്രീൻ പീസ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ. എന്നാലും ഞാൻ കഴിക്കും ഗ്രീൻ പീസൊക്കെ. അതിനുശേഷം പിന്നെ നമ്മുടെ ബിസിനസ്സിലെ പുതിയ 2-3 ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഡമ്മിയുമായി ഇട്ടിട്ട് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ ആയിരുന്നു. 2 കോട്ടൻ്റെ ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള 2 ഉടുപ്പാണ്. നല്ല അടിപൊളി കോട്ടൻ്റെ ഉടുപ്പാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 650 റുപ്പീസാണ്. നല്ല കോട്ടൺ ആണ്, അതുപോലെ തന്നെ നല്ല കംഫർട്ടായിരിക്കും നമുക്ക് വെയർ ചെയ്യുമ്പോൾ. പിന്നെ അത് ഫീഡിങ് ഫ്രണ്ട്ലി ആണ്. സിബ് വരുന്നുണ്ട്, ഇൻവിസിബിൾ സിബാണ് കേട്ടോ വരുന്നത്. അപ്പോൾ രാവിലെ എണീറ്റ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞാൻ കുറച്ചധികം നേരം ഫോണിൽ കളിച്ചു. പിന്നെ എനിക്ക് 2-3 കൊറിയർ അയക്കാനുണ്ടായിരുന്നു അർജൻറ്റായിട്ട്. അപ്പോൾ അത് പാക്ക് ചെയ്തു. അപ്പോൾ ഇത് ഇന്ന് തന്നെ അയക്കണം. അപ്പോൾ അവർക്ക് പെട്ടെന്ന് കിട്ടണം എന്ന് പറഞ്ഞു. അതായത് എനിക്ക് തോന്നുന്നു ഒരു ഓർഡർ തന്നിട്ടൊരു 2 days ആയിട്ടുള്ളൂ. നമ്മൾ ടോട്ടൽ 3 to 4 days സംഭവം ഡിസ്പാച്ച് ചെയ്യാണ്. നമ്മളങ്ങനെ അർജൻറ്റായിട്ട് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ നോർമലി നമ്മൾ പറയുക 10 days ആണ്. ഇങ്ങനെ 5 daysനുള്ളിൽ വേണം, അല്ലെങ്കിൽ 3 daysനുള്ളിൽ വേണം, 4 daysനുള്ളിലൊക്കെ വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ചെയ്ത് കൊടുക്കും കേട്ടോ. യെസ്. അപ്പോൾ ഞാൻ ഇനി വിചാരിച്ചു ഫേസിൽ എന്തെങ്കിലുമൊക്കെ പാക്ക് അപ്ലൈ ചെയ്യാമെന്ന്. നല്ല മഴയാണ് പുറത്ത്. നല്ല മഴ എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ എണീക്കുമ്പോൾ തുടങ്ങിയ മഴയാണ്. ഇപ്പം സമയം 11:30 ആയിട്ടുണ്ട്. ഇപ്പോഴും മഴ നിന്നിട്ടില്ല. ഇന്നലെ രാത്രി തുടങ്ങിയെന്ന് തോന്നുന്നു. ഇന്നലെ രാത്രി കിടക്കുമ്പോഴും മഴ പെയ്തിരുന്നു. നല്ല മഴയാണ്. അതുകാരണം തന്നെ ലൈറ്റിന് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഭയങ്കര ഇരുട്ട് പിടിച്ചിട്ട് കിടക്കണം മൊത്തത്തിൽ. അതുകാരണം ക്ലാരിറ്റി ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ടാണ് കേട്ടോ ഇരിക്കണത്. ഞാൻ ഈ ഒരു ഫേസ് പാക്കാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ എൻ്റെ 2-3 വ്ളോഗിലൊക്കെ കാണിച്ചിട്ടുണ്ടാവും. ഇതെൻ്റെ സെക്കൻഡ് ബോട്ടിലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര എനിക്ക് റിസൾട്ട് കിട്ടിയൊരു പാക്കാണ് ഇത്. സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്കാണ് കേട്ടോ.
നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എവിടേക്കെങ്കിലും പോവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വരുന്നുണ്ടെങ്കിൽ ആ ടൈം നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം. സ്കിന്ന് നല്ല രീതിക്ക് ബ്രൈറ്റ് ആവുന്നുണ്ട്, ഒരു ഗ്ലോ കൊണ്ടുവരുന്നത് സ്കിന്നിൽ. ഇത് വേദേടിയാണ് കേട്ടോ, വേദേടിയാണ്. അപ്പം ഞാനിത് ഓൾറെഡി കണ്ടോ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് വീക്ക്ലി വൺസ് ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ, വേദിയുടെ ഈ ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്ക്. ഇത് ഞാനിപ്പം മിക്സ് ചെയ്തേക്കുന്നത് പാലിൻ്റെ കൂടെയാണ് കേട്ടോ. ഞാൻ എൻ്റെ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഷോർട്സിലൊക്കെ. ഇത് അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ. ഞാൻ മുൻപ് യൂസ് ചെയ്തത് ഉപ്താൻ്റെ ആയിരുന്നു, അത് ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പം ഞാൻ ഇതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഉപ്താൻ്റെയൊക്കെ ഒന്ന് ഗുഡ് വൈബ്സിൻ്റെ ഫേസ് പാക്കാണ് ഞാൻ യൂസ് ചെയ്തത്. അല്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ ഹോം റെമഡീസ് ആണ് ട്രൈ ചെയ്യാറുള്ളത്. ഇപ്പം ഞാൻ വേദിയുടെ ഈ ഒരു ഫേസ് പാക്കാണ് ഇപ്പോൾ ഒരു ലാസ്റ്റ് ഒരു 3 to 4 months ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ, വേദിയുടെ ഈ ഒരു ഫേസ് പാക്ക്. ഇതൊരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് നമുക്ക് തരുന്നുണ്ട് കേട്ടോ. ഇത് അപ്ലൈ ചെയ്ത് ഒരു കുറച്ച് കഴിഞ്ഞ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് ബ്രൈറ്റ് ആവുന്ന പോലെ നമുക്ക് തോന്നും കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്മൂത്ത് അല്ല, എന്താ ഒരു സ്ക്രബിങ് എഫക്റ്റ് നമുക്ക് തരുന്നുണ്ട് കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാം. ഇത് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ, എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയുന്നതാണ്. നിങ്ങളിത് പ്രൊമോഷനായിട്ട് കൂട്ടരുത്. എൻ്റെ ഒരു ജെന്യുവൻ റിവ്യൂ ഞാൻ പറഞ്ഞതാണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട്. അപ്പോൾ ഫേസ് പാക്ക് ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നെക്കിലും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ മുൻപ് നെക്കിലൊന്നും അപ്ലൈ ചെയ്യില്ല കേട്ടോ. എന്ത് പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ഫേസിൽ മാത്രം അപ്ലൈ ചെയ്തു. ഭയങ്കര മടിയാണ് നെക്കിലൊക്കെ അപ്ലൈ ചെയ്യാൻ. അത് കാരണം തന്നെ എൻ്റെ നെക്ക് വേറൊരു കളറും ഫേസ് വേറൊരു കളറാണ്. ഇപ്പോൾ ചെറുതായിട്ട് അതിന് മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ നെക്കിലും കൂടി അപ്ലൈ ചെയ്യട്ടെ എന്ത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴും. യെസ്, ഒരു 10 to 15 മിനിറ്റ്സ് വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്യാം. ഇന്ന് പിന്നെ എനിക്ക് പ്രത്യേകിച്ച് എന്താ പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് കൊറിയർ അയക്കാൻ പോകണം എനിക്ക്. പിന്നെ കാര്യമായിട്ട് പണിയൊന്നുമില്ല. ഇന്ന് കളരി ക്ലാസ് ഇല്ല, ഇന്നലെ ആയിരുന്നു ക്ലാസ്, ഫ്രൈഡേ ആയിരുന്നു. പിന്നെ ഫോണിൽ കളിക്കുക, അതൊക്കെ തന്നെ. അല്ലാണ്ട് ഇന്ന് പ്രത്യേകിച്ച് എവിടെയും പോകാനൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു അറിവിൽ. പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും പ്ലാൻ ഇടുമെന്നൊന്നും അറിയില്ല. എന്തായാലും ഒന്നുമില്ല, കാരണം ഭയങ്കര മടി പിടിക്കണം. കാരണം നല്ല മഴയും നല്ല തണുപ്പുമാണ് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങാനും തോന്നണില്ല, കുളിക്കാനും തോന്നണില്ല. കുളിക്കാൻ തീരെ തോന്നില്ല, കാരണം ഭയങ്കര തണുപ്പാണ് വെള്ളത്തിന്. ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ്, ഇങ്ങനെ കിടന്ന് വിറക്കിട്ടോ ഞാൻ ചില സമയത്ത്. പിന്നെ ഞാനിപ്പോൾ ഭയങ്കര തണുപ്പാണെങ്കിൽ ഞാൻ ഹീറ്ററിൽ വെള്ളം ചൂടാക്കിയിട്ടൊക്കെയാണ് കുളിക്കുക കേട്ടോ. ഇന്നിപ്പോൾ എന്തായാലും അങ്ങനെ തന്നെ കുളിക്കാൻ പറ്റുള്ളൂ, കാരണം ഇപ്പോൾ സമയം 11:30. ഞാൻ ഇത്രയും നേരം വൈകിയത് കുളിക്കാൻ മടി പിടിച്ചിട്ടാണ് കേട്ടോ, അത്രയും തണുപ്പായിട്ട്. ഇപ്പോൾ എന്തായാലും ഫേസ് പാക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ കയറും, കാരണം കൊറിയർ അയക്കണം. പോസ്റ്റ് ഓഫീസിൽ നിന്ന് സാറ്റർഡേ കാരണം ഉച്ച വരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് മുന്നേ പോയിട്ട് കൊറിയർ അയച്ചിട്ട് വേണം വരാനായിട്ട്. അപ്പോൾ ആ ഒരു ഫേസ് പാക്ക് ഒന്ന് ഡ്രൈ ആവണ വരെ ഞാൻ കുറച്ച് നേരം അമ്മേനായിട്ട് സംസാരിച്ചിരുന്നു. പിന്നെ കുറച്ച് നേരം ഞാൻ പുറത്ത് പോയിരുന്നു കേട്ടോ, കാരണം നല്ല മഴയാണ്. അതുപോലെ തന്നെ ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയാണ് കേട്ടോ, ഭയങ്കര കാറ്റും വീശുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് നിന്ന് പിന്നെ ഞാൻ കുറച്ചധികം നേരം ഫോണിൽ കളിച്ച് അങ്ങനെ ഇരുന്ന് പോയിട്ട് അതിന് ശേഷമാണ് പിന്നെ ഫേസൊക്കെ വാഷ് ചെയ്തത്. ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വന്നു കേട്ടോ. വാഷ് ചെയ്ത് വന്നപ്പോൾ നോക്കി ഫേസ് നല്ല രീതിക്ക് ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഞാൻ പുറത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ, കാരണം ഇവിടെയാണ് ഒന്ന് വെളിച്ചുള്ളത്. വീടിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ഇരുട്ട് പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. പിന്നെ ലൈറ്റ് ഇടണം, പിന്നെ എപ്പോഴും ലൈറ്റ് ഇട്ട് വെക്കാൻ പറ്റില്ലല്ലോ. നല്ല മഴ പെയ്യുന്നുണ്ട്. എങ്ങനെ ഞാൻ പോസ്റ്റ് ഓഫീസിലേക്ക് പോകാൻ നോക്കിക്കുകയാണ് കേട്ടോ, കാരണം നല്ല മഴയാണ്. ഓട്ടോ വിളിക്കേണ്ട വരും, കാരണം ഇവിടെ അടുത്താണ് പോസ്റ്റ് ഓഫീസ്. ഒരു നടക്കുകയാണെങ്കിൽ ഒരു 20 മിനിറ്റ് എത്രയേ ഉള്ളൂ. സ്കൂട്ടിയിലാണെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ടെത്തും. 5 മിനിറ്റ് കൊണ്ട് എത്തും കേട്ടോ. ഓട്ടോ വിളിക്കേണ്ടി വരും ഇനിയിപ്പോൾ. വേഗം പോയിട്ട് മേല് കഴുകി വന്നോട്ടെ. ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ടില്ല, പുറത്തേക്ക് പോകണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊറിയർ അയക്കാൻ പോകണം. അർജൻറ്റായിട്ട് 2-3 കൊറിയർ അയക്കാണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ അത് അയക്കാൻ പോകണം. പിന്നെ എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അത് ഞാൻ ഒരു വീഡിയോയ്ക്കുള്ള ഷോപ്പിംഗ് ആണ്, സാധനങ്ങൾ മേടിക്കേണ്ടത്. അത് വീഡിയോ വഴിയേ വരുന്നതായിരിക്കും. ഈ വീക്ക് തന്നെ വരും കേട്ടോ. മൺഡേ ട്യൂസ്ഡേ വെൻസ്ഡേ ആയിട്ട് വരുന്നതായിരിക്കും ആ വീഡിയോ. ഒരു ചലഞ്ച് വീഡിയോ ആണ്. അപ്പോൾ അതിന് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. ഓട്ടോയിലാണ് കേട്ടോ ഞാൻ പോയത്, കാരണം നല്ല മഴയാണ്. സോ ഓട്ടോയിൽ പോയി. സ്കൂട്ടി എടുത്തില്ല കേട്ടോ, കാരണം നല്ല മഴയുണ്ട്. പിന്നെ എനിക്ക് കുറച്ചധികം സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് ഞാൻ പിന്നെ ഓട്ടോ വിളിക്കാമെന്ന് വിചാരിച്ചു.
തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അമ്മ നല്ല അടിപൊളി വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അമ്മ ആദ്യമായിട്ടാണ് കേട്ടോ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതായത് ഞാനും അച്ഛനും ഇത്രയും ടേസ്റ്റ് പ്രതീക്ഷിച്ചില്ല. കാരണം അമ്മ ഇതുവരെയായിട്ട് അങ്ങനെ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്നത് ഞാനാണ് കേട്ടോ. അമ്മയുടെ ഫസ്റ്റ് ബിരിയാണിയാണ്. നല്ല അടിപൊളിയായിരുന്നു. അമ്മോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ മുട്ട പൊരിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയും അച്ഛനും മുട്ടയൊന്നും കഴിച്ചിട്ടില്ല. കാരണം അവർ കർക്കിടകമൊക്കെ ആയതുകൊണ്ട് അവർ വെജിറ്റബിൾ ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ. ഞാനേ മുട്ട കഴിക്കട്ടോ. കാരണം ജിമ്മിന് പോകണം തന്നെ എനിക്ക് ഡെയിലി മുട്ട കഴിക്കണം. സോ ഒരു മുട്ട അല്ലെങ്കിൽ 2 മുട്ട ഒക്കെ വെച്ച് ഞാൻ ഡെയിലി കഴിക്കും കേട്ടോ. എന്തായാലും നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. ഞാൻ ഒരു വട്ടം എടുത്തു, പിന്നെ രണ്ടാമതും എടുത്തു, പിന്നെ മൂന്നാമതും എടുത്തു, കുറേ എടുത്തു. അങ്ങനെ വയറ് ഫുള്ളാക്കിയിട്ടുണ്ട് ഞാൻ. 2-3 വീഡിയോ ഷൂട്ട് ചെയ്യാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഷൂട്ട് ചെയ്തതിൻ്റെ ഇടയിൽ ഇട്ട ഡ്രസ്സാണ് ഇത്. ഇതെന്നെ പുതിയ ഡ്രസ്സാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ ബ്ലാക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യായിരുന്നു കേട്ടോ, അൺബോക്സിങ് പോലെ. ജസ്റ്റ് ഹെയർ ഞാൻ ക്ലിപ്പിട്ടപ്പോൾ ഇങ്ങനെ ഈ ഷേപ്പിൽ വന്നു കേട്ടോ. എങ്ങനെയോ വന്നതാണ്, എനിക്കറിയില്ല കേട്ടോ ഇങ്ങനെ വന്നതെന്ന്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന്. ഇനി എത്രത്തോളം നേരെ ഇരിക്കുന്ന അറിയില്ല, എപ്പോൾ പോകുന്ന അറിയില്ല. യെസ്, മൈക്ക് വെച്ചിട്ടില്ല കേട്ടോ. സൗണ്ട് ക്ലിയർ ആവുമെന്ന് അറിയില്ല, കാരണം നല്ല മഴയാണ് കേട്ടോ. ഇതുവരെ ആ മഴ നിന്നിട്ടില്ല. രാവിലെ പെയ്തു തുടങ്ങിയ മഴയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് 2-3 വീഡിയോസ് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അതിലിപ്പോൾ 2 വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി എനിക്കൊരു 2 വീഡിയോ കൂടി ഷൂട്ട് ചെയ്യാനുണ്ട് കേട്ടോ. ഇപ്പോൾ ഹെയർ ജസ്റ്റ് ഇങ്ങനെ അഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഈ ഒരു ഹെയർ സ്റ്റൈൽ മാറ്റണം. ഒരു വീഡിയോയിൽ 2-3 ഹെയർ സ്റ്റൈൽ വേണ്ടല്ലോ ഒരേപോലെ. പക്ഷെ ഞാൻ കൂടുതലും എല്ലാ വീഡിയോസിലും അഴിച്ചിടാണ് ചെയ്യാറുള്ളത്. ഇങ്ങനെയൊന്നും എനിക്ക് വരാറില്ല. എന്താണാവോ ഞാൻ എടുത്ത വീഡിയോസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം ടീഷർട്ടിൻ്റെ ആയിരുന്നു. ഈ ടീഷർട്ടിൻ്റെ 2 ഉണ്ടായിരുന്നു. അതായത് ഇതിൻ്റെ ബ്ലാക്കും ഈ ഒരു കളറും അടിപൊളിയാണ് കേട്ടോ. 570 rupees ഉള്ള ടീഷർട്ടിന്. ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്താൽ മതി കേട്ടോ. പിന്നെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഫോൺ കേസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനൊരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടാവും. ഈ 2 ഫോൺ കേസ് എനിക്ക് തോന്നുന്നു 70 rupees ഞാൻ പർച്ചേസ് ചെയ്തത്. ഇത് രണ്ടും അടിപൊളിയാണ്. ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ് ആയിട്ട് DM ചെയ്താൽ മതി കേട്ടോ. നല്ല മഴയാണ് കേട്ടോ പുറത്ത്. എൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ മൈക്ക് വെച്ചിട്ടില്ല കേട്ടോ. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയാണ്. ഇരുട്ടടച്ചിട്ട് മഴ പെയ്യായിരുന്നു ഇത്ര നേരം. ഇപ്പോൾ കുറച്ച് വെളിച്ചം വന്നിട്ടുണ്ട്. ഉള്ളിലൊന്നും ഇരിക്കാൻ പറ്റില്ല കേട്ടോ, ലൈറ്റ് ഇടാണ്ട്. അത്രയ്ക്ക് ഇരുട്ടായിട്ടുണ്ട്. രാത്രിയിലത്തെ ഒരു ഇരുട്ടില്ല, അതുപോലെയാണ് കേട്ടോ ഉള്ളിലൊക്കെ ഇരിക്കുമ്പോൾ. അപ്പോൾ ഞാൻ പുറത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ പുറത്ത് വന്നിരിക്കുകയാണ് ചെയ്യാറുള്ളത്. കാരണം നമ്മുടെ വൈഫൈ കുറച്ചും കൂടി കിട്ടുക പുറത്ത് വന്നിരുന്നാലാണ്. അപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല മഴയാണ്. നമുക്കാണെങ്കിൽ ഇന്ന് വൈകിട്ട് അമ്പലത്തിലേക്ക് പോകണമെന്നുണ്ട്. അപ്പോൾ ഞാൻ ചിലപ്പോഴേ പോകുള്ളൂ. അച്ഛനും അമ്മയും എന്തായാലും പോകുമെന്ന് പറയുന്നുണ്ട്. ഞാനിങ്ങനെ മഴ നോക്കിയിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാനിന്ന് ലൈവ് വന്നു. ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ലൈവ് വരുന്നത് കേട്ടോ. എനിക്ക് ലൈവ് എങ്ങനെയാണ് വരുന്നത് ഒന്നും അറിയണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയോ ഓണായി, കറക്റ്റായി. കുറച്ച് പേരൊന്ന് സംസാരിച്ചു. അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ പേജിൽ. ഇനി ഞാൻ ഇടയ്ക്കൊക്കെ ലൈവ് വരാം കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് ലൈവ് വരാം. ഞാൻ പെട്ടെന്ന് ലൈവ് വന്നതാണ് കേട്ടോ. ഒരു എന്താ പറയുക, ഇന്ന് ലൈവ് പോയാലോ അല്ലെങ്കിൽ ഇപ്പം ലൈവ് പോയാലോ എന്നുള്ളൊരു ചിന്തയിൽ അങ്ങനെ ലൈവ് ഓണായതാണ്. എന്തായാലും ഇനി പറഞ്ഞിട്ട് വരാം. ഈവനിങ് ആയപ്പോൾ പിന്നെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നു. ഞാൻ ചായയൊന്നും കുടിച്ചില്ല കേട്ടോ. ഞാനൊരു പീസ് ബ്രെഡ് എടുത്ത് കഴിച്ചു. അപ്പോൾ അമ്മയ്ക്കും കൊടുത്തു, അച്ഛനും കൊടുത്തു. എല്ലാവർക്കും ബ്രെഡ് ഇഷ്ടമായിട്ടോ. മിൽക്ക് ബ്രെഡ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം ബിസിനസ്സിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ ഞാൻ സെപ്പറേറ്റ് ഫോൾഡറിലാക്കി വെക്കുകയായിരുന്നു കേട്ടോ, മിസ്സായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്.
വൈകിട്ടായപ്പോൾ അമ്മ വിളക്കൊക്കെ കത്തിച്ചു. പിന്നെ കുറച്ച് നേരം ഞാൻ ഫോണിൽ കളിച്ചു. അതാണ് കേട്ടോ ഞാൻ വീഡിയോസ് ഒന്നും എടുക്കാത്തത്. അപ്പം ഞാൻ നൈറ്റ് ഡിന്നർ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാത്രി ഞാനിപ്പോൾ അങ്ങനെ ചോറ് കഴിക്കാറില്ല. അതുപോലെ തന്നെ ഡിന്നർ ഞാൻ എപ്പോഴും ഒരു 7 മണി 8 മണിൻ്റെ ഉള്ളിൽ കഴിക്കാൻ നോക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ കുറച്ചായിട്ട് കടലയാണ് കഴിക്കാറുള്ളത്. അതായത് കടല പുഴുങ്ങിയതും, അതായത് കടല വേവിച്ചതും, അതുപോലെ തന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ട്. ഇന്നിപ്പോൾ ഞാൻ ഒണിയനും ക്യാരറ്റും അതുപോലെ തന്നെ മല്ലിച്ചപ്പിൻ്റെ ഇലയാണ് എടുത്തേക്കുന്നത്. സാധാരണ തക്കാളി എടുക്കാറുണ്ട്, ഇന്ന് തക്കാളി എടുത്തിട്ടില്ല. അതുപോലെ തന്നെ കുറച്ച് ലെമൺ ഞാനിതുപോലെ ഇങ്ങനെ പിഴിയും കേട്ടോ, അതിൻ്റെ ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കടല വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നാൽ കൂടി ഞാൻ ലെമൺ ഇതുപോലെ സ്ക്വീസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് വിച്ചു ആണ് ഇത് പറഞ്ഞു തന്നത്. വിച്ചുവിൻ്റെ വെയിറ്റ് ലോസിന് ഇത് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് വിച്ചു. അതായത് ഒരു നേരം ഇതാണ് കഴിക്കാറുള്ളത്, കടല കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യാറുണ്ട്. ഇത് പിസ്സ സീസണിങ്സ് ആണ്. എനിക്കിതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ മിക്സ് ചെയ്ത് വരുമ്പോൾ. നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. നല്ല രീതിക്ക് നമുക്ക് മിക്സ് ചെയ്യാം. കുഞ്ഞ് സബോളയാണ് ഇട്ട് എടുത്തേക്കുന്നത്. ക്യാരറ്റും അതുപോലെ തന്നെ കുഞ്ഞ് ക്യാരറ്റ് എടുത്തേക്കുന്നത്. സാധാരണ ഞാൻ തക്കാളി എടുക്കാറുണ്ട്, ഇന്ന് എന്തോ എടുത്തില്ല. നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ മിക്സ് ചെയ്ത് വരുമ്പോൾ. ഇതിലിപ്പോൾ തക്കാളി കൂടി ഉണ്ടെങ്കിൽ ആ ഒരു റെഡ് കളർ കൂടി കാണും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ. ഇനി ഞാനിതിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യാറുണ്ട്. അതിങ്ങനെ ഒന്നെങ്കിൽ ടോപ്പിൽ ആഡ് ചെയ്യും, അല്ലെങ്കിൽ മിക്സ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ആഡ് ചെയ്യും. യെസ്, ഞാൻ എൻ്റെ മറ്റേ ഫോണിൽ സീരീസ് കാണുമായിരുന്നു കേട്ടോ. ഇത് ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് നേരം മുന്നേ വരെ ഞാൻ അതങ്ങനെ പോസ് ചെയ്ത് വെച്ചേക്കാണ്. ഡീമണ്ണോ അങ്ങനെ എന്തോ സീരീസിൻ്റെ പേര് തോന്നുന്നുണ്ട്, നോക്കട്ടെ കേട്ടോ. മൈ ഡീമൺ, യെസ്, ലീമൺ അടിപൊളി സീരീസ് ആട്ടോ. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വയറിനറിയാവുന്നു. ഓഫ് കോഴ്സ് വയറിനറിയും കേട്ടോ. വയറ് ഫുള്ളാവും, കണ്ടോ, നല്ല ക്വാണ്ടിറ്റി ഉണ്ട് വെജിറ്റബിൾസും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിച്ചുവിനെ വീഡിയോ കോൾ ചെയ്ത് കുറച്ചധികം നേരം സംസാരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ വിച്ചു ആണെങ്കിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോറും സോയാബീനും കഴിക്കുകയാണ് കേട്ടോ. എന്തോ കാര്യമായിട്ട് പറഞ്ഞ് ഞങ്ങൾ ചിരിക്കുന്നൊക്കെ ഉണ്ട്, എന്താണെന്നറിയില്ല കേട്ടോ. ഇപ്പോൾ സമയം 10:15 ഞാൻ കുറച്ച് നേരം സീരീസ് കണ്ടിരുന്നു. അങ്ങനെ ഇരുന്ന് പോയിട്ടോ. ഫോണിൽ നോക്കിയിട്ട് വീഡിയോ എടുക്കാനൊക്കെ മറന്നുപോയി. സീരീസ് കണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു. മുടിയൊക്കെ എന്തോ പോലെ ആയിട്ട് കിടക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഇടയിൽ ഫ്രഷ് ആയിട്ടോ. ഇനിയിപ്പോൾ കുറച്ച് നേരം കൂടി സീരീസ് കണ്ടിട്ട് കുറച്ച് നേരം വിച്ചുവിനെ കുറിച്ച് സംസാരിച്ച് കിടന്നുറങ്ങും. ഇന്നിപ്പോൾ സാറ്റർഡേ കാരണം നേരത്തെ ഒന്നും കിടക്കില്ല, കുറച്ച് ലേറ്റായിട്ടേ കിടക്കുള്ളൂ. അപ്പം ഞാൻ എന്തായാലും ഈ ഒരു വ്ളോഗ് ഇവിടെ വെച്ചിട്ട് എൻഡ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ.